കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി. അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലിലാണ്. പണ്ട് അബ്ദുൽ കലാം സാർ വരെ വന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അത്രയും മോശം ഭക്ഷണം. അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശം. ഇന്നത്തെ കാലത്ത് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെയുള്ള ഫുഡ് ബ്ലോഗിംഗ് ചാനലുകൾ എടുത്തിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള പ്രധാന ഫുഡ് സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്യും. അപ്പൊ ആ സ്ഥലത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഫുഡ് ബ്ലോഗറൊക്കെ വീഡിയോ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ആ ഫുഡ് ബ്ലോഗർ സജസ്റ്റ് ചെയ്യുന്ന റെസ്റ്റോറന്റിലോ തട്ടുകടയിലോ ഒക്കെ ആയിരിക്കും അല്ലെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുക. ഇപ്പൊ കുറെ കാലമായി മലയാളികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. പ്രത്യേകിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്തൊക്കെ ആ പർട്ടിക്കുലർ പ്രദേശത്തെ സ്പെഷ്യൽ ഫുഡ് ഏതാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ഏതാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇതുപോലെയുള്ള ഫുഡ് ബ്ലോഗിംഗ് ചാനൽ വഴിയാണ്. ഇന്നിപ്പോ യാത്രകൾ എന്ന് പറഞ്ഞാണെങ്കിൽ കാഴ്ചകൾ കാണാൻ മാത്രമല്ലല്ലോ, പോകുന്ന സ്ഥലത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും ഇന്നത്തെ യാത്രകളിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം യാത്രകൾ പോകുന്ന ആളുകളുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു വൈബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ പുതിയ ഫുഡ് കൾച്ചറിന് മുന്നിൽ ഇപ്പൊ ഫുഡ് ബ്ലോഗേഴ്സിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ഇങ്ങനെ ഒരു ഫുഡ് കൾച്ചർ ഇവിടെ കൊണ്ടുവന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു ഫുഡ് ബ്ലോഗർ ഒരു പുതിയ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തിയാൽ പിന്നെ അടുത്ത ദിവസം തൊട്ട് അവിടെ തിരക്കോട് തിരക്കായിരിക്കും. പെട്ടെന്ന് തന്നെ ആ ഫുഡ് സ്പോട്ടിൽ എത്തണം, ആ ഫുഡ് ട്രൈ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം എന്ന മെന്റാലിറ്റി ആയിരിക്കും പലർക്കും. ഇതൊന്നും മോശം കാര്യമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനും ഇതുപോലെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോ കണ്ട് കൂട്ടുകാരെയും കൂട്ടി പല ഫുഡ് സ്പോട്ടിലും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഈ ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് ഞാനും. പക്ഷെ പതുക്കെ പതുക്കെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. പല ഫുഡ് ബ്ലോഗേഴ്സും വെറും പണം വാങ്ങിയുള്ള പ്രൊമോഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഫുഡ് സ്പോട്ടിൽ പോയി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് കൊടുക്കുന്ന ഹൈപ്പൊക്കെ വെറും തട്ടിപ്പാണ്. ഒട്ടും സത്യസന്ധതയില്ല. അതായത് ഇവരുടെ വീഡിയോ കണ്ട് ഇവർ പറയുന്ന ഫുഡ് സ്പോട്ടിൽ പോയി ഫുഡ് ട്രൈ ചെയ്യാൻ നിൽക്കുന്ന ആളുകളോട് ഇവർക്ക് ഒട്ടും തന്നെ കമ്മിറ്റ്മെന്റ് ഇല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത്. ഒരു 90% ഫുഡ് ബ്ലോഗേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും ഒരുപോലെ വമ്പൻ അഭിപ്രായം പറഞ്ഞ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയി പണി കിട്ടിയ ഒരാളെങ്കിലും ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നുണ്ടാകും. ഉദാഹരണമായ ഒരു സ്ഥലം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള റഹ്മത്ത് ഹോട്ടൽ. നമ്മുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണത്. വമ്പൻ ഹൈപ്പുള്ള ഒരു ഹോട്ടലാണ്. ഞാൻ വേണമെങ്കിൽ ആ ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് ബ്ലോഗർ ചെയ്ത വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി. അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലിലാണ്. പണ്ട് അബ്ദുൽ കലാം സാർ വരെ വന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഈ റഹ്മത്ത് ഹോട്ടൽ. ഇന്നതേ ഞങ്ങളും വന്ന് കഴിച്ചു. നമ്മളിവിടെ നിന്ന് കഴിച്ച എല്ലാ ഐറ്റംസിനും അസാധ്യ ടേസ്റ്റ് ആണ്. ഇവിടെ ഞങ്ങൾ രാത്രിയാണ് പോയത്. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. റഹ്മത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോർഡർ ചിക്കനും പിച്ചിക്കോയും മട്ടൻ ബിരിയാണിയും കലക്കി ഓംലേറ്റ് ഒക്കെ. മട്ടൻ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കില്ല, അടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്. ഈ കലക്കി ഓംലേറ്റ് ഉണ്ടല്ലോ, ലൈഫിൽ ഒരു ആണെങ്കിൽ ഇവിടെ വന്ന് തന്നെ ട്രൈ ചെയ്യാം. അത്രയ്ക്ക് അസാധ്യ ടേസ്റ്റ് ആണ് റഹ്മത്ത് ഹോട്ടലിലെ കലക്കി ഓംലേറ്റ്. നമ്മൾ 3 പേര് വയറ് നിറയെ ഇവിടെ നിന്ന് കഴിച്ചപ്പോഴത്തേക്കും 945 രൂപയാണ്. ഇവിടുത്തെ ബോർഡർ ചിക്കൻ കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത കടയിൽ നിന്ന് ജിഗർദണ്ഡ കൂടി കഴിക്കാൻ മറക്കണ്ട. അപ്പൊ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. ബൈ ഗൈസ്. ഓക്കെ, APJ അബ്ദുൽ കലാം പണ്ട് കഴിച്ച ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഹോട്ടലും പരിചയപ്പെടുത്തുന്നത് അല്ലെ? ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക, വാവ് അബ്ദുൽ കലാം ഒക്കെ ഫുഡ് കഴിക്കാൻ വന്ന സ്പോട്ടാണല്ലോ, മൂപ്പർ അങ്ങനെയൊന്നും കാണാതെ എങ്ങനത്തെ ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വരൂലല്ലോ. പിന്നെ ഫുഡ് വ്ലോഗിലും പറയുന്നു അടിപൊളി ഫുഡാണെന്ന്. അപ്പൊ പിന്നെ എന്തായാലും അടിപൊളി ആയിരിക്കും. ഒന്ന് പോയി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകൾ. അബ്ദുൽ കലാം സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മൂപ്പർ ഒരു സിമ്പിൾ മനുഷ്യനായിരുന്നു. ഇങ്ങനെ പല ചെറിയ ചെറിയ കടകളിലും പോയിട്ട് അദ്ദേഹം ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. അതൊന്നും വലിയ കാര്യമാക്കണ്ട. പിന്നെ അദ്ദേഹം ഒരു വട്ടം അവിടെ വന്നത് കൊണ്ട് ഇനി കാലാകാലം ആ ഹോട്ടലുകാർക്ക് അത് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതിന് വലിയ തെറ്റൊന്നുമില്ല. ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചെങ്കോട്ടയിലെ റഹ്മത്ത് ഹോട്ടലിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുഡ് ബ്ലോഗർ പറഞ്ഞതനുസരിച്ച് എല്ലാം 10ൽ 10 ഒരു നെഗറ്റീവ് പോലും ആശാൻ പറഞ്ഞിട്ടില്ല. ബോർഡർ ചിക്കൻ, കലക്കിയ ഓംലേറ്റ്, മട്ടൻ ബിരിയാണി എല്ലാം ഒന്നിനൊന്ന് മെച്ചം. 3 പേരും വയറ് നിറച്ച് കഴിച്ചിട്ടും ആകെ 900 രൂപ ബില്ലായിട്ടുള്ളൂ. ടേസ്റ്റി ഫുഡാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെയാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഹോട്ടലിനെ കുറിച്ചുള്ള പൊതുജനത്തിന്റെ അഭിപ്രായം നമുക്ക് നോക്കാം. അതായത് കമന്റ് ബോക്സ് ഒന്ന് നോക്കി നോക്കാം. ഓവർ ഹൈപ്പാണ്, വെറുതെ ക്യാഷ് കളയണ്ട, ഫുഡ് മോശം, ക്യാഷ് നഷ്ടം, ആരും ചെന്ന് കയറി കൊടുക്കണ്ട, ഫുഡൊക്കെ സൂപ്പറാണ്, ബട്ട് പ്രൈസ് 4 പേര് കഴിച്ചതിന് 2600 രൂപ. ഞാൻ ഒരു കാര്യവുമില്ല, ഓവർ ഹൈപ്പാണ്. കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഫുഡുകൾ. ആരും കഴിക്കല്ലേ, കൊള്ളത്തില്ല, അനുഭവം വന്നേ. പൊന്നു മക്കളെ, വൃത്തി വേണമെന്നുള്ളവർ അവിടെ കയറി കൊടുക്കരുത്. എനിക്ക് ലാസ്റ്റ് ടൈം 4-5 കോഴി തൂവൽ കിട്ടി, പൊറാട്ട സൂപ്പറാണ്, കൊള്ളിൽ വിലയും കൂടുതൽ. എന്റെ പൊന്നു സഹോദരൻ, അവിടുത്തെ വൃത്തി കണ്ട 6 മാസം പിന്നെ പച്ചവെള്ളം കുടിക്കാൻ തോന്നില്ല. ഡിയർ കേരള പീപ്പിൾസ്, പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് ഈറ്റ് there. ദിസ് ഹോട്ടൽ വാസ് ബാൻഡ് ബൈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് 3010 ബിക്കോസ് ഓഫ് ഫ്രോസൺ വേസ്റ്റഡ് ചിക്കൻ. ആഹാ, ഫുഡ് ബ്ലോഗർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ കമന്റ് ബോക്സ്. ഒരു തമിഴ്നാട്ടുകാരൻ ചെക്കൻ തന്നെ
തന്നെ പറയുന്നു, എന്റെ പൊന്നു കേരളക്കാരെ അവിടെ പോകല്ലേ. 13 തവണ പഴകിയ ഭക്ഷണം കൊടുത്തതിന് അവിടുത്തെ ഫുഡ് സേഫ്റ്റിക്കാരി ആ ഹോട്ടലിൽ പൂട്ടിച്ചതാണ് എന്ന് ഒരു തമയൻ തന്നെ അത് പറയാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ ഫുഡ് വ്ളോഗർമാരുടെ തള്ളു കേട്ട് അവിടെ പോയി ഫുഡ് കഴിച്ചവരുടെ അഭിപ്രായങ്ങളാണ്. 10 കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് നല്ല അഭിപ്രായം പറയാനുള്ളത്. അവിടുത്തെ വൃത്തിക്കുറവിനെ കുറിച്ചാണ് എല്ലാവരും എടുത്തു പറയുന്നത്. ആ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം നമ്മുടെ വ്ളോഗർ അണ്ണൻ മനഃപൂർവ്വം മിണ്ടിയില്ല. പിന്നെ വ്ളോഗർ അണ്ണൻ പറഞ്ഞത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ്. പക്ഷെ ആളുകൾ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കത്തി റേറ്റ് ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ടേസ്റ്റിന്റെ കാര്യം പറയണ്ടല്ലോ. ഈ കൊടുക്കുന്ന ഹൈപ്പിന്റെ 7 അയലത്ത് വെക്കാൻ പോലും ടേസ്റ്റ് ഇല്ല. ഇനി ഇതേ ഹോട്ടലിനെ കുറിച്ച് മറ്റൊരു വ്ളോഗും കൂടി ഉണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോർഡർ ചിക്കൻ കഴിക്കണമെന്ന് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ ഇവിടെ നല്ല അസൽ തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി കൂടെ കിട്ടും. ഇവിടെ എപ്പോ വന്നാലും ഒരേ തിരക്കാണ്. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തമിഴ്നാട് ചെങ്കോട്ടയിൽ വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ബോർഡർ ചിക്കൻ കഴിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആ ഹൈപ്പിനുള്ളതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിന്ന് നോക്കാം. സോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. നമ്മളിന്ന് തമിഴ്നാട് തെങ്കാശിയിലാണ്. കേരളത്തിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തെങ്കാശി. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ചെങ്കോട്ടയിലെ റഹ്മത്ത് ഹോട്ടലിലാണ്. പണ്ട് അബ്ദുൽ കലാം സാറ് വരെ വന്ന് കഴിച്ചൊരു സ്ഥലമാണ് ഈ റഹ്മത്ത് ഹോട്ടലിൽ. ഇവിടെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. റഹ്മത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോർഡർ ചിക്കനും പിച്ചിക്കോഴിയും മട്ടൻ ബിരിയാണിയും കലക്കി ഓംലെറ്റ് ഒക്കെയാണ്. നമ്മളങ്ങനെ കാത്തിരുന്ന സാധനം എത്തി, അതായത് ബോർഡർ ചിക്കൻ. ഒരു ബോർഡർ ചിക്കൻ സെറ്റിൽ 2 പീസ് ക്വാർട്ടർ ബോർഡർ ചിക്കന്റെ അൽഫാം ഉണ്ടാവും. ഒരുപാട് ഹൈപ്പ് കൊടുത്ത് വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ കഴിച്ചപ്പം ഞങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കിട്ടിയില്ല. ഒരു ആവറേജ് അൽഫാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ മട്ടൻ ബിരിയാണി. പക്ഷെ ഇവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ കഴിച്ചു നോക്കുക, ഫീഡ്ബാക്സ് അറിയിക്കുക. അപ്പൊ നമ്മൾ ബോർഡർ ചിക്കൻ ഒക്കെ കഴിച്ച് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നല്ല ജിഗർദണ്ഡ കുടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഹരി. ബോർഡർ ചിക്കൻ കഴിച്ചാണെങ്കിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് ജിഗർദണ്ഡ കുടിക്കണം, അത് നിർബന്ധ അല്ലേ? അങ്ങനെയാണ് എല്ലാ ഫുഡ് വ്ളോഗർമാരും പറയുന്നത്. വാഴ നനയുമ്പോ ചീരയും നനയുമല്ലോ, സ്വാഭാവികം. എന്തായാലും കുറച്ചെങ്കിലും ജെനുവിനായിട്ടുള്ള ഒരു വ്ളോഗാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ. ഇദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, നല്ല കാര്യം. ഏതൊരു സിനിമയിൽ ഫാസ്റ്റ് പറയുന്ന പോലെ ഒരു കൂട്ടം ആളുകൾ നല്ലത് പറയുമ്പോൾ നമ്മൾ മാത്രം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരു കുറച്ചിലല്ല എന്ന് കരുതി ചില കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പോ ഫുഡ് ആയാലും സിനിമ ആയാലും ഒക്കെ അങ്ങനെ തന്നെ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമ, പക്ഷെ നമുക്ക് അത് കണ്ടപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ചുറ്റിനെ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ സിനിമയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോ നമ്മളെ മാത്രം മോശം പറഞ്ഞാണെങ്കിൽ അതൊരു കുറച്ചിലാണല്ലോ എന്ന് കരുതി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടിപൊളി പടമാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാ ഫുഡ് വ്ളോഗർമാരും നല്ലത് മാത്രം പറയുന്ന ചെങ്കോട്ടയിലെ റഹ്മത്ത് ഹോട്ടലിനെ കുറിച്ച് ഒരാളെങ്കിലും ജെന്യൂൻ ആയിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ, സന്തോഷം. ഇനി റിയാക്ഷൻ വ്ളോഗർ ആയിട്ടുള്ള ശീതളിന് ഇതേ ഹോട്ടലിൽ നിന്നുള്ള അനുഭവത്തെ കുറിച്ച് നമുക്കൊന്ന് കേട്ടോക്കാം. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മലയാളികളും തമിഴരുമായിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് വമ്പൻ ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഹോട്ടലാണ് ഈ തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ, ഒരു റഹ്മത്ത് ഹോട്ടൽ. ഞങ്ങൾ പൊതുവെ പുറത്തു പോകുമ്പോൾ നോൺ വെജ് അങ്ങനെ കഴിക്കാറേ ഇല്ല, പരമാവധി ഒഴിവാക്കും. നമുക്ക് അത്രയും വിശ്വാസമുള്ള, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ അത് കഴിക്കാറുള്ളൂ. അപ്പൊ ഒരു ദിവസം 2-2:30 മണിയാ ഉച്ചയ്ക്ക്, വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഏത് ഹോട്ടൽ കൊള്ളാമെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ വമ്പൻ റിവ്യൂ ഒക്കെയാണ് കിടക്കുന്നത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്ളോഗേഴ്സ് ഒക്കെ, ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല ആഹാരമാണ്, എത്രയോ 100 വർഷം മുമ്പുള്ള ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറെ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെ നിന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവര് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷെ അത് കണ്ടാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അത്രയും മോശം ഭക്ഷണം. അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്നാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഈയിടെയായിട്ട് 1-2 പേരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് വ്ളോഗേഴ്സ് അല്ല, ഇവരെന്നിട്ടും പറയുന്നില്ല. അതിന് താഴെ കമന്റ് ഇടാൻ വന്ന മനുഷ്യർ പറയുന്നുണ്ട് ഫുഡ് പോയിസൺ ആയി ആശുപത്രിയിൽ കിടന്നവരുണ്ട്. ഈ എവിടുന്ന് ഫുഡ് കഴിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ്, ആ പരിസരത്തുള്ള ഡോക്ടേഴ്സിന് ഇപ്പോൾ അതുമായിട്ടൊക്കെ ശീലമായി. അവർക്കറിയാം, അവരിങ്ങോട്ട് ചോദിക്കും ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ എന്ന്. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. വൃത്തി എന്ന് പറയുന്നത് ആ ഹോട്ടലിന്റെ അയൽപക്കത്ത് കൂടി പോയിട്ടില്ല. കേട്ടല്ലോ, ശീതളിന് നേരിട്ടുണ്ടായ അനുഭവമാണ് ഇതെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് എല്ലാവരും ചെയ്ത പോലെ തന്നെയാണ് ശീതളും ചെയ്തത്. ഫുഡ് വ്ളോഗുകൾ എടുത്ത് നോക്കി, നല്ല ഫുഡ് സ്പോട്ട് നോക്കി, അങ്ങനെ നോക്കിയപ്പോ കണ്ടത് റഹ്മത്ത് ഹോട്ടലാണ്. അങ്ങനെ അവിടുന്ന് ഫുഡ് വാങ്ങി, പക്ഷെ കഴിക്കാൻ കൊള്ളാത്ത ഫുഡാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫുഡ് വ്ളോഗേഴ്സിനോടാണ്. ഫുഡിനെ കുറിച്ചാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, ഫുഡാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു മനുഷ്യന്
ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഫുഡ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുക. റീച്ചിനും പൈസയ്ക്കും വേണ്ടി മോശം ഫുഡ് സ്പോട്ടുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ കയറാൻ സാധ്യതയുള്ള ഫുഡ് സ്പോട്ടുകളെ കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുക. കാരണം അന്യനാടാണ്. നിങ്ങളുടെ വാക്കും കേട്ട് അവിടെ പോയി ഫുഡ് കഴിച്ച് പണി കിട്ടിയാൽ ചിലപ്പം പെട്ടുപോകും. നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ പൈസ വാങ്ങിച്ചോ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ചെയ്യുന്ന കള്ളത്തരത്തിലും കുറച്ച് സത്യസന്ധത കാണിക്കാൻ ശ്രമിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.